വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ള അന്തരീക്ഷത്തിന് ഇന്ന് വിഘാതമായിട്ട് നിലനിൽക്കുന്ന ശക്തികൾ എന്താണ്? യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന മതേതരത്വത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചരിത്രപരമായ ദൃഷ്ടിയിൽ ആ മതേതര സങ്കല്പങ്ങളുടെ കടക്കൽ കത്തിവെച്ചതാരായിരുന്നു? ഇന്ന് മതസൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ള അന്തരീക്ഷത്തിന് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് കോട്ടം തട്ടാനുള്ള കാരണം എന്താണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവത്തിന് യോജിച്ച് തന്നെയാണ് കേരളത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക ജീവിതവും ഒക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഭാരതത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകൾ, അവരെയൊക്കെ മതമോ ജാതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും പരിഗണിക്കാതെ അവരെയൊക്കെ നമ്മൾ സ്വീകരിച്ച് അവർക്കെല്ലാം ജീവിക്കാനും അവർക്കെല്ലാം വളരാനുമുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്ത ഒരു നാടാണ് ഭാരതം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇങ്ങോട്ടേക്ക് കടന്നു വന്ന ആളുകൾ വ്യത്യസ്ത മതക്കാരായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ഭാരതത്തിൽ അവരുടെ സ്വന്തം നാട് പോലെ ജീവിച്ചു. ഒരുപക്ഷെ സ്വന്തം നാടിലുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു. അപ്പോൾ അതൊക്കെ ഭാരതത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ തന്നെ നിലനിൽക്കുന്ന കേരളത്തിൻ്റെയും ചരിത്രം. കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് വന്നത് കച്ചവടക്കാരായിട്ടാണ്. 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ ആണ് മുസ്ലിം മതത്തിൽപ്പെട്ടവർ കച്ചവടത്തിൻ്റെ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കടന്നു വന്നവർ. അവർ മലബാറിലാണ് വന്നത്. മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട്, മലബാറിലെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മലബാറിലെ ഭരണാധികാരികളുടെ എല്ലാ സഹായത്തോടും കൂടിയിട്ടാണ് മുസ്ലിങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ കാലുറപ്പിച്ചത്. എങ്ങനെയായിരുന്നു അവരെ കേരളത്തിൽ കണക്കാക്കിയിരുന്നത്? ഏത് തരത്തിലുള്ള പ്രോത്സാഹനവും പാരിതോഷികങ്ങളുമാണ് അവർക്കൊക്കെ ലഭിച്ചിരുന്നത് എന്നുള്ളതൊക്കെ ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമൂതിരി രാജാവിൻ്റെ കാലഘട്ടത്തിലൊക്കെ എത്ര സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനമായിരുന്നു മുസ്ലിം കച്ചവടക്കാരോട്, അറേബ്യൻ കച്ചവടക്കാരോട് ഉണ്ടായിരുന്നത് എന്ന് അക്കാലത്തെ ചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് കേവലം അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, അവരുടെ ആത്മീയമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് ഒക്കെ എല്ലാവിധത്തിലും പിന്തുണ നൽകിയിട്ടുള്ള ഭരണകൂടങ്ങളാണ് കേരളം അക്കാലത്ത് ഭരിച്ചിരുന്നത്. പ്രത്യേകിച്ച് മലബാറിലുണ്ടായിരുന്ന ഭരണകൂടങ്ങളൊക്കെ. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരടക്കം ഉള്ള ആളുകൾ എഴുതി വച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ സാമൂതിരിയുടെയൊക്കെ കാലത്ത് ഈ മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ മുസ്ലിം കച്ചവടക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മതം മാറുക, മുസ്ലിമായിട്ട് മതം മാറാനുള്ള ഒരു സർക്കുലർ വരെ സാമൂതിരിയുടെ കാലത്ത് ഇറക്കിയിരുന്നു എന്നാണ് ലോകനെ പോലുള്ള ആൾക്കാരും മലബാർ മാനുവലിൽ എഴുതി വച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചകളിൽ പിറക്കുന്ന കുട്ടികളെ ഇസ്ലാം മതത്തിൽ ചേർക്കുക എന്നുള്ളൊരു കീഴ്വഴക്കം അക്കാലത്ത് മലബാറിലുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ പിറക്കുന്ന കുട്ടികളെ മുസ്ലിമാക്കി മാറ്റുക, ഓരോ കുടുംബത്തിലും ഒരു മുസ്ലിമെങ്കിലും ഉണ്ടാവുക, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലെ മുക്കുവ കുടുംബങ്ങളിൽപ്പെട്ടവർ ഒരാൾ മുസ്ലിമായിട്ട് മതം മാറുക, ഈ നിലയ്ക്കൊക്കെ അന്ന് സാമൂതിരിയുടെ ആശീർവാദത്തോടുകൂടി, പിന്തുണയോടുകൂടി
അങ്ങനെ ഒട്ടനവധി ഹിന്ദുക്കൾ ഇസ്ലാം മതം സ്വീകരിച്ച് പോന്നിരുന്നു. ഒരു മതമെന്ന നിലയ്ക്ക് ഒരു വൈദേശിക മതമായിട്ട് ഇസ്ലാമിനെ കണക്കാക്കിയിരുന്നില്ല. ഭാരതത്തിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു, കേരളീയ സമൂഹത്തോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മതവിശ്വാസത്തിന് അപ്പുറത്തേക്ക് നാം ഇസ്ലാം മതത്തെ ചേർത്ത് നിർത്തി, അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തെ ചേർത്ത് നിർത്തി കച്ചവടത്തിൻ്റെ താല്പര്യം എന്നുള്ള നിലയ്ക്ക് വന്ന ആൾക്കാരെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് തന്നെ ചേർത്ത് നിർത്തിയാണ് അവരെ പരിഗണിച്ചിരുന്നത്. അതിന് കോട്ടം വന്നത് യഥാർത്ഥത്തിൽ 1498 പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയിട്ടാണ്, വാസ്കോ ഡി ഗാമയുടെ വരവോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മതസംഘർഷം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും വന്നതിന് ശേഷമാണ്. അറബികൾക്ക്, മുസ്ലിങ്ങൾക്ക് ഈ കച്ചവടത്തിലുണ്ടായിരുന്ന മേൽക്കോയ്മ അത് അവസാനിക്കുന്നു എന്നുള്ളത് വന്നപ്പോഴാണ് പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം മുസ്ലിങ്ങൾക്ക് നേരെ നടത്തുകയും അറബികൾക്ക് നേരെ നടത്തുകയും യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരും അറബികളും തമ്മിലുള്ള, മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് നമ്മൾ കേരളത്തിൽ ആദ്യത്തെ വർഗീയ സംഘർഷമായിട്ട് കാണാൻ സാധിക്കുക. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷമല്ല. പോർച്ചുഗീസുകാർ, അതായത് പറങ്കികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷത്തെയാണ് നമുക്ക് ഒരു വർഗീയ ലഹള എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക. അക്കാലത്തൊന്നും ഹിന്ദു മുസ്ലിം ലഹള എന്ന് നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു വിവേചനമോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു വേർതിരിവോ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, മാലിക് ദിനാറിനെ പോലുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് ഇസ്ലാം മതവുമായിട്ട് വന്നതെങ്കിൽ മാലിക് ദിനാറിന് നേരത്തെ സൂചിപ്പിച്ച പോലെ മതവിശ്വാസം പ്രചരിപ്പിക്കാനും മതം വളർത്താനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത ഭരണാധികാരികളാണ് മലബാറിലുണ്ടായിരുന്നത്, കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ദൃഷ്ടിയിൽ മതസംഘർഷം എന്നുള്ളത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ മതസംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും തീരപ്രദേശങ്ങളിൽ പറങ്കികളുടെ സ്വാധീനം വർദ്ധിക്കുകയും ഒരു കച്ചവട താല്പര്യത്തോടുകൂടി സാമൂതിരി പറങ്കികൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തതോടുകൂടിയിട്ട് ഈ അറബികളും മലബാറിലെ ഭരണാധികാരികളും തമ്മിലുള്ള ഒരു അകൽച്ച നമുക്ക് അവിടെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിരിക്കട്ടെ, അപ്പോൾ പോലും ഈ ഒരു മതപരമായ വിവേചനമോ മതപരമായ വിദ്വേഷമോ മുസ്ലിങ്ങളോട് ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മുസ്ലിം സമൂഹത്തിനുള്ളിൽ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് അവർ അകന്നു നിൽക്കുകയും അന്നത്തെ പള്ളിക്കൂടങ്ങൾ അവർ വർജിക്കുകയും പകരം ഓത്തുപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഓത്തുപള്ളിക്കൂടങ്ങളിൽ നിന്നുള്ള അറബി പഠനം മാത്രം വിദ്യാഭ്യാസത്തിൻ്റെ രീതിയായി അവർ സ്വീകരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഖുറാനാണ് അവർ അഭ്യസിച്ചിരുന്ന ഏക വിദ്യാഭ്യാസം. ഖുറാൻ പഠിക്കുക, അറബി പഠിക്കുക എന്നതിനപ്പുറത്തേക്കുള്ള ജനറൽ വിദ്യാഭ്യാസത്തിലേക്ക് ഈ മുസ്ലിം സമൂഹം കേരളത്തിൽ കടന്നിട്ടേയില്ല അക്കാലത്ത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ആണ് യഥാർത്ഥത്തിൽ 8, 9, 10 നൂറ്റാണ്ടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ പിന്നീട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഹൈദരാലിയുടെ ആക്രമണത്തോടു കൂടിയിട്ടാണ്. ഈ ഹൈദരാലിയുടെ ആക്രമണം 1700-കളിൽ മലബാറിൽ ലക്ഷ്യമാക്കി മലബാർ പിടിച്ചടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഹൈദരാലി വൻതോതിലുള്ള മതസംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വലിയ തോതിൽ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് നിരവധി തരത്തിലുള്ള ക്ഷേത്രധ്വംസനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഹൈദരാലിയുടെ ആക്രമണം കേരളത്തിൽ സംഭവിച്ചത്, പ്രത്യേകിച്ച് മലബാറിലെങ്ങും സംഭവിച്ചത്. മലബാർ പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഹൈദരാലി വന്നത്. അപ്പോൾ മലബാർ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഹൈദരാലി വന്ന സമയത്ത് അവിചാരിതമായ ഒരു സഹായം, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സഹായം ഹൈദരാലിക്ക് ലഭിച്ചത് കണ്ണൂർ രാജാവായിട്ടുള്ള ആലി രാജാവിൽ നിന്നാണ്. ആലി രാജാവ് പ്രത്യേകിച്ച് കോലത്തിരി രാജാവിൻ്റെയും അല്ലെങ്കിൽ സാമൂതിരിയുടെയും മേൽക്കോയ്മയിൽ അല്ലെങ്കിൽ അവരുടെ മേൽക്കോയ്മയ്ക്കെതിരായി ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന അലി രാജാവ്, കണ്ണൂർ രാജാവ്, ആ കണ്ണൂർ രാജാവായിട്ടുള്ള അലി രാജാവ് ഹൈദരാലിയെ എല്ലാവിധത്തിലും സഹായിച്ചു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആലി രാജാവിൻ്റെ 12,000-ഓളം വരുന്ന പട്ടാളം ഹൈദരാലിക്കൊപ്പം ചേർന്നുകൊണ്ട് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ കൂട്ടുനിന്നു.
യഥാർത്ഥത്തിൽ ഹൈദരാലിയുടെ പടം ചെയ്തതിനേക്കാൾ ക്രൂരമായ കൂട്ടക്കൊലകൾ നടത്തിയത് ആലി രാജാവിൻ്റെ പടയാളികളായിരുന്നു, സേനയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹൈദരാലി നടത്തിയ കൂട്ടക്കൊലകൾ, നിരവധി ക്ഷേത്ര ധ്വംസനങ്ങൾ, കടന്നുകയറ്റങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ അതുവരെ കാണാതിരുന്ന മതസംഘർഷങ്ങൾക്കും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു മുഖം എന്താണ് എന്ന് അക്കാലത്തെ ഹിന്ദുക്കൾക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ഹൈദരാലിയുടെ ആക്രമണം. അതുവരെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് മലബാറിലെ ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെയൊരു മുഖമുണ്ട് എന്നവർക്കറിയില്ലായിരുന്നു, അവർക്ക് അനുഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു അവസരം വന്ന സമയത്ത് ഏറെക്കാലത്തെ മതപഠനം കൊണ്ട് ആർജിച്ചെടുത്ത മതവിശ്വാസം കൈമുതലാക്കിയ മലബാറിലെ അക്കാലത്തെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മതം മാറിയ മുസ്ലിങ്ങൾ അടക്കമുള്ള ആൾക്കാർ, അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവരാദ്യം തന്നെ അഭയം കൊടുത്തവർക്കെതിരെ തിരിയുകയാണ് ചെയ്തത്. അഭയം കൊടുത്ത രാജാവിനെതിരെയും അഭയം കൊടുത്ത ജനസമൂഹത്തിനെതിരെയും ഉള്ള കൂട്ടക്കൊലകളാണ് മലബാറിലെങ്ങും അരങ്ങേറിയത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് വെച്ച് നോക്കിയാൽ ഹൈദരാലി കടന്നുപോയ ഇടങ്ങളിലൊക്കെ ഹിന്ദുക്കളുടെ കബന്ധങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. രക്തപ്പുഴ ഒഴുകുകയായിരുന്നു. എങ്ങും ശ്മശാന മൂകതയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പ്രാണഭയം മൂലം ഓടി രക്ഷപ്പെട്ടു, അന്യ ജില്ലകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ആ നിലയ്ക്ക് എന്തിന് ഹൈദരാലിയുടെ പടയോട്ടത്തിൽ പേടിച്ച് സാമൂതിരി രാജാവ് ഈ ഹൈദരാലിയോട് ഒരു സന്ധിക്ക് തയ്യാറായി. പക്ഷേ ആ സന്ധി എന്നുള്ളത് ഹൈദരാലിയുടെ നിബന്ധനയ്ക്ക് വഴങ്ങാൻ കഴിയാതെ വന്ന സമയത്ത് സാമൂതിരിയെ തടവിലാക്കുകയും സാമൂതിരി ആത്മഹത്യ ചെയ്തു, തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ആ നിലയ്ക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു ഇസ്ലാമിക സമൂഹത്തോടുള്ള ഹിന്ദുക്കൾക്ക് ഉണ്ടായ ഒരു വൈകാരികമായ പ്രതിഷേധം ഉരുത്തിരിഞ്ഞത് ഈ ഹൈദരാലിയുടെ ആക്രമണത്തോടു കൂടിയാണ് എന്ന് കാണാൻ സാധിക്കും. ഹൈദരാലിക്ക് ശേഷം ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താൻ അത് ഏറെ വലിയ തോതിൽ നടപ്പാക്കി. നിരവധി ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട്, നിരവധി രീതിയിലുള്ള മതപരിവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ടിപ്പുവിൻ്റെ ആക്രമണം മലബാറിൽ ആഞ്ഞടിച്ചു. നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ നാശമാണ് മലബാറിലെങ്ങും ഉണ്ടായത്. മാത്രമല്ല, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ മതം മാറ്റി. ആയിരക്കണക്കിന് ബ്രാഹ്മണരടക്കമുള്ള ഹിന്ദുക്കളെ ബലമായിട്ട് മതം മാറ്റുക മാത്രമല്ല, അവരെ ഗോമാംസം ഭക്ഷിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ടിപ്പുവിൻ്റെ ആക്രമണം നടന്നത് എന്നും ടിപ്പു ഏതു തരത്തിലാണ് പ്രവർത്തിച്ചത് എന്നുമൊക്കെ പിൽക്കാലത്ത് സർദാർ KM പണിക്കർ അദ്ദേഹം മലയാള മനോരമയുടെ സാഹിത്യ മാസികയായിട്ടുള്ള ഭാഷാ പോഷിണിയിൽ ടിപ്പു അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപന്മാർക്ക് അയച്ച കത്ത് പരിഭാഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിലൊരു കത്ത് ഇങ്ങനെയാണ്. കോഴിക്കോട്ട് സേനാധിപന് 1788 ഡിസംബർ 14 അയച്ച കത്ത് ഇങ്ങനെയാണ്. ഇവിടെ നിന്നും 2 അനുചരന്മാരോടുകൂടി മിർ ഹുസൈൻ ആലിയെ അയച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അയാൾ താമസിയാതെ അവിടെ ഉടനെ വന്നു ചേരും. അയാളോട് കൂടി ചേർന്ന് നിങ്ങൾ അവിശ്വാസികളെ എല്ലാവരെയും തടവുകാരാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യണം. 20 വയസ്സിന് താഴെയുള്ള സകല പുരുഷന്മാരെയും തടവിൽ പാർപ്പിക്കണം. ശേഷമുള്ള ആളുകളെ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കുകയും വേണമെന്ന് ഞാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. അപ്പോൾ ടിപ്പു എങ്ങനെയാണ് മലബാറിലെങ്ങും തൻ്റെ വേട്ട നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ടിപ്പുവിൻ്റെ കത്തുകളിൽ തന്നെയുണ്ട്. ആ കത്തുകളാണ് പ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള സർദാർ KM പണിക്കർ മലയാള മാസം 1099 ചിങ്ങമാസത്തിലെ മലയാള മനോരമയുടെ ഭാഷാപോഷിണിയിൽ അത് പരിഭാഷപ്പെടുത്തി കൊടുത്തിയത്. അതുമാത്രമല്ല, മറ്റൊരു എഴുത്ത് കോടങ്ങേരിലെ സൈന്യാധിപൻ മിർ ഹൈദർക്ക് 1788 ഡിസംബർ 14 ടിപ്പു അയച്ച കൽപ്പന. കോടങ്ങേരിലെയും കടത്തനാട്ടെയും രാജാക്കന്മാർ ഏകോപിപ്പിച്ച് ബാജിരായരുമായി സഖ്യം ചെയ്തുവെന്നുള്ള ഗൂഢവർത്തമാനം നാം അറിഞ്ഞിരിക്കുന്നു. തന്ത്രം കൊണ്ടോ ചതി കൊണ്ടോ അവരെ കയ്യിൽ കിട്ടിയാലുടൻ തടവുകാരാക്കുകയും അപ്പോൾ തന്നെ നരകത്തിലേക്ക് ചെലവെഴുതി പിരിച്ചയക്കുകയും വേണം. ഈ നായ്ക്കൾ 2 പേരും കയ്യിൽ വന്നു ചേർന്നാൽ ഈ പറഞ്ഞ പ്രകാരം ചെയ്യണമെന്നാണ് നമ്മുടെ പ്രത്യേകമായ ആജ്ഞ. മറ്റൊരു കത്ത് ഷെയ്ഖ് കുട്ടപ്പിന് അയച്ച കത്താണ്. നിങ്ങൾ അയച്ച റിപ്പോർട്ട് കണ്ട് സന്തോഷിച്ചിരിക്കുന്നു. കയ്യിൽ പെട്ടിട്ടുള്ളവരിൽ 20 വയസ്സിന് മേലെയുള്ളവരെല്ലാം വൃക്ഷങ്ങളിൽ കെട്ടിത്തൂക്കണം. അവർ മുക്കിലും മൂലയിലും കാട്ടിലും മലയിലും ഒളിച്ചുരുപ്പുണ്ടെങ്കിൽ അവരെയെല്ലാം തേടിപ്പിടിക്കുന്നതിന് ദിൽഖാണിൻ്റെ സൈന്യത്തെ 3ആയി വിഭജിക്കുന്നതിന് അയാളോട് ചട്ടം കെട്ടണം. ഇങ്ങനെ ടിപ്പു സുൽത്താൻ തൻ്റെ സൈന്യാധിപന്മാർക്ക് എന്ത് നിർദ്ദേശമാണ് നൽകിയത് എന്നുള്ളത് കൃത്യമായിട്ട് ചരിത്രരേഖകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള കൂട്ടക്കൊലകൾ ടിപ്പുവിൻ്റെ കാലത്ത് നടന്നു. ടിപ്പുവിൻ്റെ സൈന്യം മലബാറിലെങ്ങും
അഴിഞ്ഞാടുകയായിരുന്നു. ആയിരക്കണക്കിന് ഹിന്ദു പടയാളികളെ, നായർ പടയാളികളെ തടവിലാക്കുകയും അവരെ നിഷ്കരുണം മതം മാറ്റുകയോ മതം മാറാൻ തയ്യാറാവാത്തവരെ നിഷ്കരുണം കഴുത്ത് അരിഞ്ഞ് കളയുകയോ ചെയ്തു എന്നുള്ള ചരിത്ര വസ്തുതകൾ നമുക്ക് ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് മലബാറിലെങ്ങും നടന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്ക് മലബാറിൽ ഹിന്ദു മുസ്ലിം വിദ്വേഷത്തിന് അടിത്തറയിട്ടത് യഥാർത്ഥത്തിൽ ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും ആക്രമണമായിരുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അതുവരെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് പരിചിതമല്ലാത്ത ഒരു മതവിദ്വേഷത്തിൻ്റെ രുചി അല്ലെങ്കിൽ മതവിദ്വേഷത്തിൻ്റെ ഇത് അറിഞ്ഞത് യഥാർത്ഥത്തിൽ ഹൈദരാലിയുടെ ആക്രമണം കൊണ്ടാണ്. ഇസ്ലാമിക മതവിദ്വേഷത്തിൻ്റെ നമുക്ക് വാസ്കോഡിഗാമയുടെ വരവിലും വാസ്കോഡിഗാമയുടെ വരവോടുകൂടി ഉണ്ടായ മതപരിവർത്തന ശ്രമങ്ങളും ആക്രമണങ്ങളുമൊക്കെ ക്രൈസ്തവ പക്ഷത്ത് നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ ഗോവയിൽ നടത്തിയിട്ടുള്ള വാസ്കോഡിഗാമയുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഇൻക്വിസിഷൻ, മതധ്വംസനം, മതമാറ്റം, അതേപോലെ വലിയ തോതിലുള്ള ഹിന്ദു കൂട്ടക്കൊലകൾ, ഇതൊക്കെ ക്രൈസ്തവ സഭയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരുടെ ഭാഗത്തു നിന്ന്, പറങ്കികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അതിന് വേണ്ട രീതിയിൽ വാസ്കോഡിഗാമ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയെന്ന് പറയാൻ സാധ്യമല്ല. കേരളത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ മതപരമായ ആക്രമണം നടത്തിയത് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കാലം, പ്രത്യേകിച്ച് മലബാറിൽ നടത്തിയത് ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പിന്നീടുള്ള ഇസ്ലാമിക കടന്നാക്രമണങ്ങളെയും ഇസ്ലാമിക കലഹങ്ങളെയും മാപ്പിള ലഹളകളെയും ഒക്കെ കാണാനായിട്ട്. ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ടിപ്പുവിൻ്റെ ആക്രമണത്തോടുകൂടി യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ, ജന്മിമാരായ ഹിന്ദുക്കളുടെ ഭൂമി അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുകയും, അത് ഹൈദരാലിയുടെ കാലഘട്ടത്തിലും സംഭവിച്ചു. ഹൈദറിൻ്റെ കാലഘട്ടത്തിലും ടിപ്പുവിൻ്റെ കാലഘട്ടത്തിലും ജന്മിമാരായിട്ടുള്ള ഹിന്ദുക്കളുടെ ഭൂമി പിടിച്ചടക്കി മുസ്ലിങ്ങൾ കൈവശം വെക്കുകയാണ്. പക്ഷേ ടിപ്പുവിൻ്റെ ആക്രമണം അവസാനിക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വരികയും ചെയ്തതോടുകൂടി പഴയ ജന്മിമാർക്ക് ഈ സ്ഥലം അനുവദിച്ചു കൊടുക്കുന്ന സമീപനമാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. അവരുടെ യഥാർത്ഥ ഉടമസ്ഥരെ തന്നെ ആ ഭൂമി ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ വല്ലാത്ത രീതിയിൽ ഹിന്ദുക്കളോടുള്ള ഒരു പകയും ബ്രിട്ടീഷുകാരോടും ഹിന്ദുക്കളോടുമുള്ള ഒരു പകയ്ക്ക് കാരണമായി എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ഈ ഹൈദരാലിയുടെ കടന്നുവരവോട് കൂടിയിട്ട് അവിടെ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ ഹിന്ദുക്കളുടെ ഭൂമിക്ക് മേൽ അവകാശം ഒക്കെ മുസ്ലിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ, പിന്നീട് ടിപ്പുവിൻ്റെ കാലഘട്ടത്തിലും അതേപോലെ സംഭവിച്ചുവെങ്കിൽ, ടിപ്പുവിൻ്റെ കാലശേഷവും അല്ലെങ്കിൽ ഹൈദരാലിക്കും ടിപ്പുവിനും ശേഷം ആ ഭൂമിയൊക്കെ യഥാർത്ഥ ഉടമകൾക്ക് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയിട്ട് തിരികെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായതോടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും ഹിന്ദുക്കൾക്കെതിരായിട്ടുമുള്ള മുസ്ലിങ്ങളുടെ പകയും വിദ്വേഷവും, തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി, തങ്ങൾ അനുഭവിച്ചിരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വീണ്ടും പഴയ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കേണ്ടി വന്നതിലുള്ള ഒരു വിദ്വേഷം, അതും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഒരു വിദ്വേഷത്തിന് കാരണമായി, പകയ്ക്കും കാരണമായി എന്നുള്ളതും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ പകയുടെയും വിദ്വേഷത്തിനും മതവിശ്വാസത്തിൻ്റെ ഒരു പിൻബലവും കൂടി ഉണ്ടായി. മതവിശ്വാസം അനുസരിച്ച് ഹിന്ദുക്കൾ കാഫറുകളാണ്. കാഫറുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഖുർആൻ കൃത്യമായിട്ട് മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിശ്വാസികളായ വിഗ്രഹാരാധകരായ കാഫറുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള മതവിശ്വാസത്തിൻ്റെ പിൻബലവും അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ ഒരു ആഹ്വാനവും, ഒപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നേരിട്ട തിരിച്ചടിയും, ഈ രണ്ടും കൂടിയും ചേർന്നുകൊണ്ടാണ് മലബാറിലെങ്ങും മുസ്ലിം സമൂഹം ഹിന്ദുക്കളോടുള്ള ഒരു വലിയ വിദ്വേഷത്തിന് കാരണമായി തീർന്നത് എന്നുള്ള ചരിത്ര വസ്തുതകളെ നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരന്തരമായി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഹിന്ദുക്കൾക്ക് നേരെ നടന്ന കലാപങ്ങളാണ്. അത് പിന്നീട് 1831 മുതൽ 1856-52 വരെയുള്ള ഒരു കാലഘട്ടം പരിശോധിച്ചാൽ ഒരു 16 വർഷക്കാലം കൊണ്ട് 22 ലഹളകൾ നടന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 1836 മുതൽ 1852 വരെയുള്ള കാലഘട്ടത്തിൽ 22 ലഹളകൾ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, മലബാറിലെങ്ങും വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. ഈ കലാപങ്ങൾ ഏകപക്ഷീയമായിരുന്നു. ഈ കലാപങ്ങളൊക്കെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയ കലാപങ്ങളാണ്. ഈ കലാപങ്ങളിലൊക്കെ ഇരകളാക്കപ്പെട്ടത് ഹിന്ദുക്കളാണ്. അതൊക്കെ ചരിത്ര വസ്തുതകളായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.
അത് KN പണിക്കരുടെ ചരിത്ര പുസ്തകം വായിച്ചാലും ഗംഗാധരൻ്റെ ചരിത്ര പുസ്തകം വായിച്ചാലും നമുക്കത് കിട്ടും. അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഹിന്ദുക്കൾക്ക് നേരെ നടന്ന കടന്നാക്രമണങ്ങളായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ 921 മാപ്പിളലഹളയെക്കുറിച്ച് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. 921 മാപ്പിളലഹള എന്ന് പറയുന്നത് മാപ്പിളലഹളകളുടെ മൊത്തം ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു ഏടായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതിനു മുൻപ് നടന്ന ഒട്ടനവധി ലഹളകളുണ്ട്, മാപ്പിളലഹളകൾ തന്നെ. ആ മാപ്പിളലഹളകൾ ഇടയ്ക്കിടയ്ക്ക് മലബാറിലെങ്ങും വ്യാപകമായിട്ട് നടക്കാറുണ്ട്. അത് നിരവധി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 1836 മുതൽ 1852 വരെയുള്ള ഒരു കാലയളവിൽ, 16 വർഷക്കാലത്തെ കാലയളവിൽ 22 ലഹളകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ലഹളകളിലൊക്കെ ഇരകളാക്കപ്പെടുകയും അതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയതുമൊക്കെ ഏകപക്ഷീയമായി ഹിന്ദു സമൂഹമായിരുന്നു. ഇങ്ങനെ നിരന്തരമായ ലഹളകൾ ഹിന്ദുക്കൾക്കെതിരെ നടന്നപ്പോഴാണ് സഹികെട്ട് ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൻ്റെ പേരാണ് മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്നുള്ളത്. മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്നുള്ളത് മുസ്ലിങ്ങൾ ഇങ്ങനെ മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു കാരണങ്ങളാലുമൊക്കെ ഹാലിളകുകയും അങ്ങനെ ഹാലിളക്കത്തെ തുടർന്ന് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു കലാപമായി മാറുകയും ചെയ്യുന്നത് സ്ഥിര സ്വഭാവത്തോടുകൂടി മലബാറിൽ ഉണ്ടായപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് മാപ്പിള ഔട്ട്റേജസ് ആക്ട്. അപ്പോൾ ആ ആക്ട് നിലവിൽ വന്നതോടുകൂടിയിട്ടാണ് കുറേയെങ്കിലും ഒരു സമാധാനത്തിലേക്ക് മലബാറിലെ ഹിന്ദുക്കൾക്ക് കഴിയാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഇപ്പോൾ നമുക്ക് നിരവധി ലഹളകൾ എന്ന് പറയുമ്പോൾ കുളത്തൂർ ലഹള എന്ന് പറയുന്ന 1851 ലഹള വളരെ കുപ്രസിദ്ധമായ ലഹളയാണ്. ആ കുളത്തൂർ ലഹള ഏകപക്ഷീയമായി ഇതേപോലെ ഒരു വാര്യരുടെ കുടുംബത്തിൽ കടന്നു ചെന്ന് അവിടെ ഉണ്ടായിരുന്ന നിരവധി പേരെ വെട്ടിക്കൊലപ്പെടുത്തി. 79 വയസ്സുള്ള വാര്യർ, ബാക്കി ബന്ധുക്കളൊക്കെ കുറേ പേര് രക്ഷപ്പെട്ട് പോയെങ്കിലും ഈ 79 വയസ്സുള്ള വാര്യർ ആ വീടിനകത്ത് അടച്ചിരിക്കുകയായിരുന്നു. ആ വാര്യരെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് ആ വാര്യർ ചെറുപ്പം മുതൽ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ച് വളർത്തിയ ഒരു മുസ്ലിം ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹമാണ് ആ വാര്യർക്കെതിരെ ആദ്യം വാളോങ്ങിയത് എന്നും ചരിത്രം പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിൽ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ നമുക്ക് മലബാറിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അവിടെ മറ്റൊരു സംഭവം 1884 നടന്ന സംഭവത്തെക്കുറിച്ചും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണഞ്ചേരി രാമൻ എന്ന് പറയുന്ന ആൾ, അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തിരികെ ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വന്നത് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായിട്ട് അവർ കണ്ടു. അപ്പോൾ മാർഗം പൊളിക്കുന്ന ആൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, മാർഗം പൊളിക്കുന്നയാൾക്ക് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഖുർആൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കണ്ണഞ്ചേരി രാമനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരു തരത്തിൽ കണ്ണഞ്ചേരി രാമൻ ഈ മുസ്ലിം തീവ്രവാദികളുടെ മതഭീകരവാദികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കം കൊല്ലപ്പെട്ടു. സഹോദരനടക്കമുള്ള ആൾക്കാരെ ഭീകരവാദികൾ കൊല ചെയ്തു. പക്ഷേ ഈ കണ്ണഞ്ചേരി രാമൻ ഈ വിഷയം ബ്രിട്ടീഷ് പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസിൻ്റെ നടപടി ഈ ആക്ട് അനുസരിച്ച് വരികയും ഈ മാപ്പിള ഔട്ട്റേജസ് ആക്ട് അനുസരിച്ച് ഈ കൊലപാതകത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണമായി 50,000 രൂപ പിഴ ഈ കലാപകാരികളിൽ നിന്ന് ഈടാക്കുകയും അതിൽ 5,000 രൂപ കണ്ണഞ്ചേരി രാമന് കൊടുക്കാൻ വിധിക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതായത് മാർഗം പൊളിച്ചയാളെ, മാർഗം കൂടിയ ആൾ, ആ മാർഗത്തിൽ നിലനിൽക്കാതെ അത് പൊളിച്ച് തിരികെ ഹിന്ദുമതത്തിലേക്ക് വന്നയാളെ അയാൾക്ക് വധശിക്ഷയാണ് കിട്ടേണ്ടത്. പക്ഷെ വധശിക്ഷയ്ക്ക് പകരം 5,000 രൂപ ഇനാം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇത് മുസ്ലിം സമൂഹത്തിനുള്ളിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ദേഷ്യം, പക, വിദ്വേഷം ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ മലബാറിൽ ഉണ്ടായ ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ എങ്ങനെയാണ് തിരിഞ്ഞത്, അല്ലെങ്കിൽ ഏത് നിലയ്ക്കുള്ള വർഗീയ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതൊക്കെ 921 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 921 ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. 921 ഹൈദരാലിയുടെ ആക്രമണം മുതൽ തുടർന്നു വന്ന നിരവധി വർഗീയ ലഹളകളുടെ, മതപരമായ ആക്രമണങ്ങളുടെ, വർഗീയ ലഹള എന്ന് പറയുമ്പോൾ അത് ഏകപക്ഷീയമാണ്. മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ, മതതീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് നടത്തിയ ഏകപക്ഷീയമായ ലഹളകളുടെ ഒരു കൂട്ടപ്പൊരിച്ചിലാണ് 921 നടന്നത് എന്ന് കാണാൻ സാധിക്കും. 921 കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല.
1921 മലബാറിൽ ഒക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടാക്കി. യഥാർത്ഥത്തിൽ മലബാർ ചെറുമർ ആയിട്ടുള്ള ആളുകൾ, അതായത് അവർണജാതിക്കാർക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു ഭാഗമാണ് മലബാർ പ്രദേശം. എന്നാൽ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ ആക്രമണങ്ങൾക്ക് ശേഷം സംഭവിച്ചത് എന്താണ് എന്ന് വെച്ചാൽ, ഈ ചെറുമരുടെ ജനസംഖ്യ 34.6% കൊണ്ട് കുറഞ്ഞു. 34.6% ജനസംഖ്യ കുറഞ്ഞു ചെറുമരുടെ സംഖ്യ. മുസ്ലിം ജനസംഖ്യ കൂടുകയും ചെയ്തു. അപ്പോൾ നിർബന്ധിച്ചുള്ള മതം മാറ്റം, വലിയ തോതിലുള്ള മതം മാറ്റം, വാളിൻ്റെയും തീയിൻ്റെയും സഹായത്തോടു കൂടി ഹൈദരാലിയുടെ കാലഘട്ടം മുതൽ നടത്തിയിട്ടുള്ള മതം മാറ്റം, ആ മതം മാറ്റം യഥാർത്ഥത്തിൽ മലബാറിൻ്റെ ജനസംഖ്യാ ഘടനയിൽ തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു. ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി, മുസ്ലിങ്ങൾ അവിടെ ഭൂരിപക്ഷമായി. ഇത് മലബാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ 1921 മാപ്പിളലഹളക്കാലം നടക്കുന്ന സമയത്ത് അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ ന്യൂനപക്ഷവുമാണ് എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് നമുക്ക് ഈ മലബാർ പൂർണ്ണമായും ഹിന്ദുക്കൾ നിശബ്ദരാക്കപ്പെടുകയോ അല്ലെങ്കിൽ ഭയന്ന് കഴിയുകയോ അവിടെ നിന്ന് ഓടിപ്പോയവർ തിരികെ വരാൻ ഏറെക്കാലം പിടിച്ചു. അതുകൊണ്ട് മലബാർ ശാന്തമായിരുന്നു. മലബാറിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകഛത്രാധിപത്യത്തിന് കീഴിൽ മലപ്പുറം ജില്ലയടക്കം ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളും, പെരിന്തൽമണ്ണ, ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങൾ മുഴുവൻ അവരൊക്കെ ഈ മുസ്ലിം ഏകഛത്രാധിപത്യത്തിന് കീഴിലായിരുന്നു എന്നുള്ളത് വേണം പറയാൻ. പിന്നീട് നമുക്ക് മലപ്പുറം ജില്ലയിൽ ഇസ്ലാമിൻ്റെ ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ ഒരു മതപരമായ ആക്രമണമോ കാണാൻ കഴിയുന്നത് 1947 1947 ആണ് നാദാപുരത്ത്, ശരിക്കും പറഞ്ഞാൽ അങ്ങാടിപ്പുറത്ത് ഉണ്ണിയാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ സ്വപ്ന ദർശനത്തിൽ ഉണ്ടായ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന് സ്വപ്നത്തിലുണ്ടായ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നരസിംഹമൂർത്തിയുടെ ആരാധകനായി തീരുകയും നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ നടത്തി അദ്ദേഹം പൂജിക്കുകയും ഹിന്ദുവായി മതം മാറുകയും ചെയ്തത്. അങ്ങനെ ഉണ്ണിയാൻ സാഹിബ് രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുജൻ ദയാസിംഹൻ എന്ന പേര് സ്വീകരിച്ചു. ദയാസിംഹൻ ആര്യ അന്തർജനം എന്ന ഒരു നമ്പൂതിരി യുവതിയെ വിവാഹം ചെയ്തു. അങ്ങനെ ആ കുടുംബം യഥാർത്ഥത്തിൽ പൂർണ്ണമായും നരസിംഹമൂർത്തിയുടെ ആരാധന നടത്തിക്കൊണ്ട് നരസിംഹമൂർത്തിയെ പൂജിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറി. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 1880 കണ്ണഞ്ചേരി രാമൻ എന്ന് പറയുന്ന ആൾ മതം മാറി തിരികെ ഹിന്ദുവായി മാറിയപ്പോൾ സംഭവിച്ചതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1921 ശേഷം ഹിന്ദു സമൂഹം അങ്ങേയറ്റം അടിമത്തത്തിലേക്കോ അല്ലെങ്കിൽ ഭയാശങ്കയിലും കഴിഞ്ഞ് അങ്ങേയറ്റം ഒരു അധമ മനസ്സോടുകൂടി, അടിമത്ത മനസ്സോടുകൂടി കഴിഞ്ഞ ഹിന്ദു സമൂഹത്തിന് കിട്ടിയ ഒരു വലിയ ഊർജ്ജമായിരുന്നു യഥാർത്ഥത്തിൽ രാമസിംഹൻ്റെ മതം മാറ്റം. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒരു ദിവസം രാമസിംഹൻ്റെ കുടുംബം കൂട്ടക്കൊലക്കിരയായി. രാമസിംഹനും രാമസിംഹൻ്റെ അനുജനും ദയാസിംഹൻ്റെ ഭാര്യ ആര്യാന്തർജനവും ഒക്കെ അടങ്ങുന്ന സംഘം, വീട്ടുകാർ കൂട്ടക്കൊലക്കിരയായി. അന്ന് ഈ രാമസിംഹനെ കൊല ചെയ്ത് രാമസിംഹൻ്റെ ജഡം ഏറ്റുവാങ്ങാൻ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ആരും രംഗത്ത് വന്നില്ല, ആരും തയ്യാറായില്ല. കേരളത്തിലെവിടെയും ഒരു പ്രതിഷേധം പോലും അരങ്ങേറിയില്ല എന്ന് വേണം പറയാൻ. അന്ന് പാലക്കാടിൻ്റെ ഭാഗമാണ് മലപ്പുറം ജില്ല. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൽ മാത്രമാണ് ഈ ഒരു സംഭവത്തിനെതിരായ ഒരു പ്രതിഷേധ ജാഥ നടന്നത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെങ്ങും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന് മാത്രമല്ല, ആ ജഡം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ പോലും ആരും തയ്യാറായില്ല. ഒടുവിൽ കോഴിക്കോട് കോർപ്പറേഷൻ ആണ് രാമസിംഹൻ്റെ ജഡം ഏറ്റുവാങ്ങുകയും അല്ലെങ്കിൽ അത് കൊണ്ടുപോയി സംസ്കരിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഭയാശങ്കയിൽ പെട്ടുപോയ ഹിന്ദു സമൂഹമാണ് 1947 ഓഗസ്റ്റ് 2 സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 13 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഒരു കാര്യം നമ്മൾ കാണും, 1921 എന്ന് പറയുന്ന സംഭവം, ആ സംഭവത്തോടുകൂടി മുസ്ലിം സമൂഹത്തിനുള്ളിൽ
അതുവരെ ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചിരുന്ന മുസ്ലിങ്ങൾ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കോൺഗ്രസുമായി സഹകരിച്ചിരുന്ന മുസ്ലിങ്ങൾ 1921 കോൺഗ്രസിൽ നിന്നകന്നു. മുസ്ലിം ലീഗിന് വലിയ സ്വാധീനം മലപ്പുറത്തുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് 1936 സെൻട്രൽ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അബ്ദുൾ സത്താർ സേട്ട് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. ആ അബ്ദുൾ സത്താർ സേട്ട്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച അബ്ദുൾ സത്താർ സേട്ട് പിന്നീട് 1947 വിഭജനത്തിന് ശേഷം ഈ അബ്ദുൾ സത്താർ സേട്ട് പാകിസ്ഥാനിലേക്ക് പോയി എന്നുള്ളതും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച അബ്ദുൾ സത്താർ സേട്ട് 1947 ഓഗസ്റ്റ് 15 ശേഷം ഭാരതം രണ്ടായി വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ, ലീഗിൻ്റെ ആവശ്യപ്രകാരം പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ആ ലീഗിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ മലബാറിൽ പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള, പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാൻ പ്രമേയത്തെ പിന്തുണച്ച ലീഗിനെയാണ് വിജയിപ്പിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. ആ ലീഗിൻ്റെ സ്വാധീനം മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ 1921 കാലഘട്ടം മുതൽ നിലനിന്നിരുന്നു. പിന്നീട് അവർ കോൺഗ്രസിൽ നിന്നും അകന്നു എന്നുള്ളതും നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ വ്യാപകമായ ക്ഷീണം സംഭവിക്കുകയും ലീഗടക്കമുള്ള വർഗീയ മതേതര വിരുദ്ധ ശക്തികൾ മലപ്പുറം ജില്ലയിൽ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് നമുക്ക് ഈ കാലഘട്ടം എന്ന് കാണാൻ സാധിക്കും. ദേശീയ പ്രസ്ഥാനങ്ങൾ അവിടെ തീർത്തും ദുർബലമായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ചരിത്രത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹം കേരളത്തിൽ രാഷ്ട്രീയപരമായ ആധിപത്യം സ്ഥാപിച്ചത് എന്നുള്ളത് കൂടി നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും അതുവഴി വലിയ തോതിലുള്ള മതം മാറ്റം സംഘടിപ്പിക്കുകയും ജനാധിപത്യത്തെ തന്നെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ജനസംഖ്യയുടെ വലിയ തോതിലുള്ള കടന്നുകയറ്റം ഉണ്ടാകുകയും മതത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ തോതിൽ ജനസംഖ്യ വളരുകയും ചെയ്തതോടുകൂടിയിട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ശുഷ്കമാവുകയും ഈ തരത്തിലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ, അതായത് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം അവിടെ വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന കാര്യങ്ങളാണ്. ഇത് 1947 വരെയുള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് കേരളത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ 1950 റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള കാലഘട്ടത്തിൽ ഒക്കെ കേരളം എന്നുള്ള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് രൂപപ്പെട്ടു വന്ന കാലഘട്ടത്തിലും ഒക്കെ ഈ ലീഗിൻ്റെ, അതായത് മുസ്ലിം ഹെജുമണി എത്ര കണ്ട് ശക്തമായിട്ടാണ് മലബാർ ഭാഗത്ത് ആധിപത്യം ചെലുത്തിയിരുന്നത് എന്നുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വ്യാപകമായ തോതിൽ കാണാൻ സാധിക്കും. മുസ്ലിം പള്ളികൾക്ക് മുൻപിലൂടെ ഹിന്ദുക്കളുടെ ഘോഷയാത്ര കടന്നുപോകാൻ അനുവാദമുണ്ടായിരുന്നില്ല പലയിടങ്ങളിലും. പല സ്ഥലങ്ങളിലും അതിൻ്റെ പേരിലുള്ള സംഘർഷങ്ങളുണ്ടായി. പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടായി. നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഘർഷമാണ് 1957 ഉണ്ടായ മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പ്രശ്നം. പൊന്നാനി താലൂക്കിൽ ഗുരുവായൂരടുത്ത് ചാവക്കാടടുത്ത് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഘോഷയാത്ര പള്ളിക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നതിന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ, തടസ്സങ്ങളുണ്ടായി. വലിയ തോതിലുള്ള കലാപമായിട്ട് അത് രൂപാന്തരപ്പെട്ടു. അത് പരിഹരിക്കാൻ വേണ്ടി EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിലെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ VR കൃഷ്ണയ്യരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ശ്രമം അത്യന്തം അപഹാസ്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഘോഷയാത്ര പള്ളിയുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഘോഷയാത്ര വാദ്യഘോഷങ്ങൾ മുഴക്കാൻ പാടില്ല എന്നാണ് മുസ്ലിങ്ങളുടെ തിട്ടൂരം. അതനുസരിച്ച് വാദ്യഘോഷങ്ങൾ മുഴക്കാൻ പാടില്ല. ഹിന്ദുക്കളുടെ ഘോഷയാത്രയിൽ പള്ളിയുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ വാദ്യഘോഷങ്ങൾ മുഴക്കരുത്. ഈ തിട്ടൂരം അത് ഹിന്ദുക്കൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതാണ് വലിയ തോതിലുള്ള മതസംഘർഷത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. അവിടെ ഒത്തുതീർപ്പ് ഫോർമുലയായിട്ട് വന്ന ആളായിട്ടുള്ള VR കൃഷ്ണയ്യർ നടത്തിയിട്ടുള്ള മധ്യസ്ഥ ശ്രമം എന്ന് പറയുന്നത് അത്യന്തം പരിഹാസ്യമായ രീതിയിലാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ ഘോഷയാത്രയിൽ 2 സെറ്റ് വാദ്യങ്ങൾ ഏർപ്പെടുത്തുക, മുന്നിലും പിന്നിലും. പള്ളിയുടെ മുമ്പിലെത്തുമ്പോൾ മുന്നിലെ വാദ്യഘോഷം നിർത്തുക, പിന്നിലെ വാദ്യഘോഷം മുഴക്കം. ഘോഷയാത്രയുടെ പിൻഭാഗം പള്ളിയുടെ മുൻപിലെത്തുമ്പോൾ മുന്നിലുള്ള വാദ്യഘോഷങ്ങൾ മുഴക്കിക്കോട്ടെ, അപ്പോൾ പള്ളിയുടെ മുമ്പിൽ നിന്ന് അത് മാറും. പിന്നിലുള്ള വാദ്യഘോഷം നിർത്തുക, പള്ളിയുടെ മുമ്പിലെത്തുമ്പോൾ വാദ്യഘോഷം നിർത്തുക. ഇത്തരത്തിൽ
അപഹാസ്യമായ രണ്ടും കെട്ട രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ശ്രമമാണ് വി ആർ കൃഷ്ണയ്യരുടെ ഭാഗത്തു നിന്ന് അന്നുണ്ടായത്. അത് ഹിന്ദുക്കൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മലബാറിലെങ്ങും വ്യാപകമായിട്ടുണ്ടായി. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനോ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലെ ഘോഷയാത്രകൾ നടത്താനോ ഒക്കെയുള്ള അവകാശം ഹിന്ദുക്കൾക്ക് നിഷേധിക്കപ്പെട്ട സാഹചര്യം ഈ മുസ്ലിം ഹെജിമണിയുടെ അടിസ്ഥാനത്തിൽ മലബാർ വ്യാപകമായിട്ടുണ്ടായി. നമുക്കതിൽ ഏറ്റവും എടുത്തു കാണിക്കുന്ന സംഭവം ഉണ്ടായത് 967-68 കാലഘട്ടത്തിലാണ്. നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാർ ഇരിക്കുമ്പോഴാണ്. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടുകൂടി മുസ്ലിം ലീഗിൻ്റെ മന്ത്രി CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല തന്നെ രൂപീകരിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട്. അന്ന് പാലക്കാട് ജില്ലയാണ് മിക്കവാറും മലപ്പുറത്തിൻ്റെ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ ചേർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു ജില്ല എന്ന ലീഗിൻ്റെ ആവശ്യത്തിന് മുമ്പിൽ നമ്പൂതിരിപ്പാട് കീഴടങ്ങി. അങ്ങനെ പിൽക്കാലത്ത് നമ്പൂതിരിപ്പാട് ആ കാര്യത്തിൽ ഒരു ഖേദം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ലീഗിൻ്റെ ആവശ്യത്തിന് മുമ്പിൽ വഴങ്ങിക്കൊടുത്തു. അങ്ങനെ മലപ്പുറം ജില്ല മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടു. അപ്പോൾ ആ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം തളി ക്ഷേത്രം, നമുക്കറിയാം ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിലൊന്നാണ് അങ്ങാടിപ്പുറത്ത് തളി ക്ഷേത്രം. ആ തളി ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള പരിശ്രമം അന്നത്തെ ഗാന്ധിയൻ എന്നറിയപ്പെടുന്ന കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജിയുടെ നേതൃത്വത്തിൽ നടന്ന സമയത്ത് എങ്ങനെയാണ് അതിന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ CH മുഹമ്മദ് കോയയുടെ പോലീസ് നേരിട്ടത്, CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നേരിട്ടത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ അതിനെങ്ങനെയാണ് നേരിട്ടത് എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ കേളപ്പജിയുടെ നേതൃത്വത്തിലുള്ള അങ്ങാടിപ്പുറം തളി ക്ഷേത്ര സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. പട്ടിവാത്ത് കല്ലുമേൽ ചന്ദനം പൂശുന്ന കേളപ്പാന്നൊക്കെയായിരുന്നു കേളപ്പജിയെ ആക്ഷേപിച്ചത്. കേളപ്പജി അറസ്റ്റ് ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ സമരവുമായി രംഗത്ത് വന്നു. നിരവധി ഗാന്ധിയന്മാർ കേളപ്പജിക്ക് പിന്തുണയുമായിട്ട് വന്നു. ഒടുവിൽ നമുക്കറിയാം മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേളപ്പജി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി. ആ ക്ഷേത്ര സംരക്ഷണ സമിതി സ്ഥാപിക്കാനുള്ള സാഹചര്യം തന്നെ ഉണ്ടായത് നേരത്തെ സൂചിപ്പിച്ച ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും അതേപോലെ മലബാർ ലഹളയിലുമൊക്കെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേളപ്പജി 64-65 കാലഘട്ടത്തിൽ മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അപ്പോൾ ആ മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് തളി ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന് തീരുമാനിച്ചത്. കേളപ്പജി അതിന് നേതൃത്വം കൊടുത്തു. അപ്പോൾ അതിനെതിരെയും വലിയ തോതിലുള്ള ഒരു വലിയ തോതിലുള്ള മത വിദ്വേഷം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള എതിർപ്പ് ആ ക്ഷേത്ര പുനരുദ്ധാരണത്തിനെതിരെ ഉണ്ടായി. പക്ഷേ കേളപ്പജിയുടെ സഹന സമരത്തിൻ്റെയും കേളപ്പജിയുടെ ഉജ്ജ്വലമായ നേതൃത്വത്തിലും ആ സമരത്തിന് മുൻപിൽ ഇടതുപക്ഷ സർക്കാരിന് നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിന് മുട്ടുകുത്തേണ്ടി വന്നു. തളി ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു. ഇന്ന് അങ്ങാടിപ്പുറത്ത് തളി ക്ഷേത്രം ഒരു വലിയ ഗോപുരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് കേളപ്പജിയുടെ സമരഫലമായി ഉണ്ടായ ആ ക്ഷേത്രമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. ആ നിലയ്ക്ക് ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതിനെതിരായിട്ടും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പരിശ്രമങ്ങളുണ്ടായി, എതിരായിട്ടുള്ള സമരങ്ങളുണ്ടായി. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഈ ഒരു സാഹചര്യം കൂടി 1969 മുസ്ലിം ലീഗ് നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിച്ചു. CPIയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് PK വാസുദേവൻ നായരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അപ്പോൾ അതോടുകൂടി ഈ യഥാർത്ഥത്തിൽ തങ്ങളെ ചതിച്ചു. മലപ്പുറം ജില്ല സമ്മാനിച്ചു, തളി ക്ഷേത്രത്തിൽ മുസ്ലിങ്ങളുടെ ഒപ്പം നിന്നു, എന്നിട്ടും മുസ്ലിം ലീഗ് തങ്ങളെ ചതിച്ചു എന്ന ഒരു വികാരമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായത്. അത് മലബാറിലെങ്ങും ജില്ലയിലൊക്കെ മുസ്ലിം ലീഗും CPM തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നുള്ളത് രാഷ്ട്രീയപരമായ കാര്യങ്ങളായിട്ട് നമ്മൾ കാണണം. അതും ഒരു രാഷ്ട്രീയമായ സംഭവങ്ങളാണ്. ആ രാഷ്ട്രീയ സംഭവങ്ങളാണ് 1971 തലശ്ശേരി കലാപത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തലശ്ശേരി കലാപം 1971 അതിൻ്റെ ആ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ കലാപം ഉണ്ടായത് എന്നുള്ളത്. 1971 കലാപം നടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ലീഗിൻ്റെ മന്ത്രിമാർ
പ്രത്യേകിച്ച് CH മുഹമ്മദ് കോയ ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രിയായ CH മുഹമ്മദ് കോയയുടെ കീഴിൽ മുസ്ലിം വലിയ തോതിലുള്ള ഒരു ഗുണ്ടായുസത്തിലേക്കും ഇതര മതസ്ഥരെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരായും ഒരു ശക്തമായ രീതിയിലുള്ള ഒരു ഗുണ്ടായുസത്തിലേക്ക് കടക്കുന്നു എന്ന തോതിൽ വ്യാപകമായ ആക്രമണങ്ങൾ പല ഭാഗത്തും അരങ്ങേറിയിട്ടുണ്ട്. അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തങ്ങളെ ലീഗ് വഞ്ചിച്ചു എന്നുള്ള ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിനോടും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനോടുള്ള വിദ്വേഷം അത് ലീഗിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷവുമായും CPM-ന് മാറി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി സംഘർഷങ്ങൾ തലശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ട്. വിധേയത്തിൽ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളതനുസരിച്ചിട്ടാണെങ്കിൽ ഈ കലാപത്തിന് കാരണമായി ഭവിച്ചത് നിരവധി സംഘർഷങ്ങളാണ്. ആ സംഘർഷങ്ങളിൽ ഒന്ന്, ഇപ്പോൾ ഒരു ഹിന്ദു യുവതിയെ ഒരു മുസ്ലിം യുവാവ് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ളൊരു മുസ്ലിം യുവാവ് ഉപദ്രവിച്ചതിനെ സംബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങൾ കലാപത്തിന് ഹേതുവായിട്ട് പറയപ്പെടുന്നുണ്ട്. അതേപോലെ ഒരു ടാക്സി ഡ്രൈവർ ഒരു മുസ്ലിം ടാക്സി ഡ്രൈവർ ഒരു ഹിന്ദു യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചതിൻ്റെ സംഭവം പറയുന്നുണ്ട്. ഒരു ഹിന്ദു പോലീസുകാരനെ ഒരു മുസ്ലിം ഗുണ്ട ആക്രമിച്ചതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ വിധേയത്തിൽ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുക, ഈ മുസ്ലിം ഹെജിമണിയെ, മുസ്ലിം ഗുണ്ടായുസത്തെ ചോദ്യം ചെയ്യുക എന്നുള്ള ദൃഷ്ടി കൂടിയാണ് യഥാർത്ഥത്തിൽ തലശ്ശേരിയിലെ മേലൂട്ട് ഭഗവതി ക്ഷേത്രത്തിലെ മഠപ്പുരയിൽ നിന്നുള്ള കലശഘോഷയാത്ര യഥാർത്ഥത്തിൽ അത് സംഘടിപ്പിക്കപ്പെട്ടത് എന്നാണ് വിധേയത്തിൽ കമ്മീഷൻ പറയുന്നത്. ആ കലശഘോഷയാത്രയുടെയൊക്കെ നേതൃത്വം യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കായിരുന്നു. കലശഘോഷയാത്ര വളരെ ആസൂത്രിതമായി സംഘടിപ്പിച്ചതാണ്. ആ കലശഘോഷയാത്ര ഇത്തരത്തിൽ മുസ്ലിങ്ങൾ ഈ കലശഘോഷയാത്രയെ ആക്രമിക്കാൻ തയ്യാറായാൽ നേരിടാൻ തക്ക രീതിയിലുള്ള സന്നാഹം ഉണ്ടായിരുന്നു എന്നാണ് വിധേയത്തിൽ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ആ കലശഘോഷയാത്രയ്ക്ക് നേരെ തലശ്ശേരി പട്ടണത്തിലെ നൂർജഹാൻ ഹോട്ടലിൽ നിന്നും ചെരുപ്പേറുണ്ടായി എന്നാണ്. അതിനെ തുടർന്നാണ് വ്യാപകമായ കലാപം ആയിട്ട് അത് മാറിയത്. പിന്നീട് നമുക്ക് നിരവധി തോതിലുള്ള രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും വീടുകൾ ആക്രമിക്കപ്പെട്ടു, കടകൾ കൊള്ളയടിക്കപ്പെട്ടു, നിരവധി തരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായി. നിരവധി മുസ്ലിം പള്ളികൾ ആക്രമിക്കപ്പെട്ടു. ഈ പള്ളികളൊക്കെ ആക്രമിക്കപ്പെട്ടത് CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലായിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. CPM പാർട്ടി ഗ്രാമങ്ങളിലായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഈ തലശ്ശേരി കലാപത്തിന് കാരണമായിട്ടുണ്ട്. തലശ്ശേരി കലാപത്തിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മുസ്ലിം ലീഗിൻ്റെയോ CPM-ൻ്റെയോ ആ അധീശത്വം സ്ഥാപിച്ചെടുക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഈ തിരിച്ചടികൾക്ക് പകരം വീട്ടാനോ ഒക്കെ ആയിട്ടാണ് അതിനെ ഉപയോഗിച്ചത്. അതൊരു വർഗീയ കലാപമായിട്ട് പടർന്ന് പന്തലിച്ചു. യഥാർത്ഥത്തിൽ തലശ്ശേരി കലാപത്തിന് കാരണമായിട്ടുള്ളത് ലീഗിൻ്റെയും മുസ്ലിം ലീഗ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും രാഷ്ട്രീയ വിരോധത്തെ ആസ്പദമാക്കി ഉണ്ടായ പ്രശ്നങ്ങളാണ് തലശ്ശേരി കലാപത്തിന് കാരണമായിട്ടുള്ളത് എന്ന് തന്നെയാണ് വിധേയത്തിൽ കമ്മീഷൻ അതിന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല CPI അന്ന് ഇടതുപക്ഷത്തല്ല. CPIയുടെ നേതൃത്വത്തിൽ അന്ന് വിധേയത്തിൽ കമ്മീഷൻ കൊടുത്ത മൊഴിയിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ പള്ളി ആക്രമണങ്ങളുടെ നീണ്ട ചരിത്രം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്ന പോലെ പള്ളി സംരക്ഷിക്കുക എന്നുള്ള നിലപാടൊക്കെ വ്യാജവും കള്ളവുമാണ് എന്ന നിലയ്ക്കാണ് CPIയുടെ മൊഴി വിധേയത്തിൽ കമ്മീഷൻ മുമ്പാകെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി കലാപം ചർച്ച ചെയ്യുമ്പോൾ മലബാറിൽ മുസ്ലിങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു വലിയ വിദ്വേഷം അത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏറെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിദ്വേഷമായിട്ടും അത് മാറി എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഈ തരത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള മതവിദ്വേഷവും പകയും ഒക്കെ ഒരു പ്രധാന കാരണമായി ഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മലബാറിൻ്റെ മൊത്തം ചരിത്രത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഈ മതസൗഹാർദ്ദത്തിൻ്റെ ഇഴയടുപ്പം യഥാർത്ഥത്തിൽ തകർത്തത് ഇസ്ലാമിനുള്ളിലെ മതവിദ്വേഷവും ഇസ്ലാം വളർന്നു വന്ന സാഹചര്യവും അവർക്ക് കിട്ടിയ മതവിദ്യാഭ്യാസവും ഒക്കെ പ്രധാന കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ള ചരിത്രപരമായ വസ്തുതയെ അവഗണിച്ചുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ സാധ്യമല്ല. ഇത് നമുക്ക് ഏറെ മുന്നോട്ട് വരുമ്പോൾ വലിയ തോതിൽ നിരവധി സന്ദർഭങ്ങളിൽ നമുക്ക് പിന്നീടും കാണാൻ സാധിക്കും. മലപ്പുറം ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് മുസ്ലിം സമൂഹം പ്രവർത്തിച്ചത് എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഈ
1971 തലശ്ശേരി കലാപത്തിനൊക്കെ ശേഷം പിന്നീട് നടന്ന നിരവധി സംഘർഷങ്ങളുണ്ട്. ആ നിരവധി സംഘർഷങ്ങളിലൊക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനുമൊക്കെ ഇരകളാക്കപ്പെട്ട ഹൈന്ദവ സമൂഹം, ആ ഹൈന്ദവ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് മലപ്പുറം ശാന്തമാണ് എന്നൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ആ ശാന്തതയ്ക്ക് മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുന്നത് മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനുമാണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എന്തിന്? ഈ 2003 മാറാട് കൂട്ടക്കൊല, 2003 തികച്ചും ഏകപക്ഷീയമായ മാറാട് കൂട്ടക്കൊല, ആ മാറാട് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടത് ഹിന്ദു സഹോദരന്മാരാണ്, മുക്കുവ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അവിടെയും അതൊരു വർഗീയ ലഹളയായി പടരാതിരിക്കാൻ കാരണമായത് മുസ്ലിം ലീഗിൻ്റെ ഇടപെടലാണ്. അതൊരു വർഗീയ ലഹളയായി വളരാതിരിക്കാൻ കാരണമായത് മുസ്ലിം ലീഗിൻ്റെ സമാധാന പ്രേമമാണ് എന്ന വ്യാഖ്യാനമാണ് കേരളത്തിൽ നമ്മുടെ മതേതര സമൂഹം, അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർ, ഇടതുപക്ഷവും കോൺഗ്രസ് നേതാക്കന്മാരും അടക്കമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? വസ്തുതകളുമായിട്ട് ഇതിന് പുലബന്ധമില്ല എന്നാണ് മനസ്സിലാക്കാൻ. ഈ മാറാട് കലാപം 2003 നടക്കുന്നതൊക്കെ തികച്ചും ഏകപക്ഷീയമാണ്. അതും എന്തിനു വേണ്ടിയാ? മാറാട് കലാപത്തിൻ്റെയൊക്കെ പിന്നാമ്പുറത്തേക്ക് 2002 നടന്ന കലാപവും, ഒന്നാം മാറാട് സംഭവവും, രണ്ടാം മാറാട് നടന്ന കൂട്ടക്കൊലയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പൊന്നാനി മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ മുഴുവൻ ഈ കാലയളവ് കൊണ്ട് മുഴുവൻ കൈയടക്കി കഴിഞ്ഞു. മതം മാറ്റം കൊണ്ടും മറ്റ് പല രീതിയിലും ആ തീരപ്രദേശങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ കുടിയൊഴിക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ എന്നും ഹിന്ദുക്കളില്ല. ആകെ ശേഷിക്കുന്നത് ഈ മാറാട് കടപ്പുറത്ത് പോലുള്ള ചില അപൂർവം പ്രദേശത്ത് മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊന്നാനി മുതൽ എന്ന് പറഞ്ഞാൽ പോരാ, വാടാനപ്പള്ളി മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വാടാനപ്പള്ളി മുതൽ അങ്ങോട്ട് വടക്കോട്ടേക്കുള്ള തീരപ്രദേശങ്ങളിലൊക്കെ ഈ തരത്തിൽ മുസ്ലിം ഭൂരിപക്ഷത്തോടുള്ള തീരപ്രദേശങ്ങളാണ്. അവിടെ ഒരു തുരുത്തുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മാറാട്. ആ മാറാട് കടപ്പുറത്തെ ഹിന്ദുക്കളെ അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ള ഉദ്ദേശവും മാറാട് കലാപത്തിന് പിന്നിലുണ്ട് എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ഭംഗ്യന്തരയുടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ സ്ഥലം വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്ത ആൾക്കാർ അതിൻ്റെ പിന്നിൽ നടത്തിയ ആസൂത്രണം ഒക്കെ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാറാട് നിന്ന് ഹിന്ദുക്കളെ ഓടിക്കുക, മലപ്പുറത്ത് നിന്ന് ഹിന്ദുക്കളെ ഓടിച്ച പോലെ മാറാട് നിന്ന് ഹിന്ദുക്കളെ ഓടിച്ച് തീരപ്രദേശം മുഴുവൻ തങ്ങളുടെ അധീനതയിലാക്കുക എന്ന ദുരുദ്ദേശം, ഈ ഗൂഢോദ്ദേശം യഥാർത്ഥത്തിൽ ഈ മുസ്ലിം മതതീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് മൂടിവെക്കാൻ സാധ്യമല്ല, മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കാം? ഇപ്പോൾ 1992 ഈ അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നു വീണ സമയത്ത് ഭാരതത്തിലെമ്പാടും വർഗീയ ലഹളകളുണ്ടായി. പറയുന്നത് എന്താ? മലപ്പുറം ശാന്തമായിരുന്നു എന്നാണ്. മലപ്പുറം ശാന്തമായിരുന്നോ? മലപ്പുറം ശാന്തമായിരുന്നില്ല. മലപ്പുറം ശാന്തമായത് എങ്ങനെയാണ്? ശാന്തമാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഇരകളാക്കപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രതികരണം ഇല്ലാതെയാകും. ഒരു തരിമ്പ് പോലും ഇല്ലാത്ത അവസ്ഥ, എല്ലാ ആക്രമണവും നിശബ്ദം സഹിക്കുന്ന അവസ്ഥയെയാണ് ശാന്തത എന്ന പേരുകൊണ്ട് ഇവർ വിളിക്കുന്നത്. 5 ഹിന്ദുക്കളാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ 1992 അയോധ്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നടന്ന ഏകപക്ഷീയമായ ആക്രമണത്തിൽ 5 ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത്. എവിടെയും ചർച്ച ചെയ്യപ്പെട്ടില്ല. എന്നിട്ടും മലപ്പുറത്തിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ വലിയ തോതിലുള്ള പട്ടം ചാർത്തിക്കൊടുത്ത് മലപ്പുറത്തെ മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ ഇസ്ലാമിക സമൂഹത്തെ മഹത്വവൽക്കരിക്കലാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകപക്ഷീയമായി ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഹെജിമണിക്ക് കീഴിൽ അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഒന്ന് പ്രതികരിക്കാൻ, ഒന്ന് ഉറക്കെ കരയാനുള്ള ഒരു മനോധൈര്യമില്ലാത്ത ഹൈന്ദവ സമൂഹം എന്ന നിലയ്ക്ക് അടിച്ചമർത്തപ്പെട്ട ഹൈന്ദവ സമൂഹം, അതും നിർധനരാണവർ. മുസ്ലിം പ്രമാണിമാരുടെ കൂലിത്തൊഴിലാളികളാണവർ. അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു കടയോ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഒരു സ്ഥാപനമോ ഇല്ലാത്ത കൂലിത്തൊഴിലാളികളായി ഇവരുടെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന, ഇവരുടെ തെങ്ങ് കയറുന്ന, ഇവരുടെ വീട്ടിൽ പണി കഴിയുന്ന കൂലിവേലക്കാരായിട്ടുള്ള ആളുകളാണ് മലപ്പുറം ജില്ലയിലെ ഹിന്ദു സമൂഹം. അവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആളുകൾ. അതുകൊണ്ട് സ്വാഭാവികമായി മലപ്പുറത്ത് ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് ഈ ഇസ്ലാമിക മതഭീകരതയ്ക്കെതിരായ ഒരു ശബ്ദവും പ്രതികരണവും ഉണ്ടാവില്ല.
ഇതിനെയാണ് മലപ്പുറത്തിൻ്റെ ശാന്തത എന്ന പേരിട്ട് നാം വിളിക്കുന്നത്. മലബാറിൻ്റെ ശാന്തത എന്ന് നാം പേരിട്ട് വിളിക്കുന്നത് ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഈ ദൗർബല്യത്തെയാണ്, ഹിന്ദു സമൂഹത്തിൻ്റെ നിസ്സഹായതയാണ് നാം മലബാറിൻ്റെ ശാന്തത എന്നും മലപ്പുറത്തിൻ്റെ സമാധാനം എന്ന പേരിട്ട് നാം വിളിക്കുന്നത് എന്നുള്ളത് കൂടി നാം കാണാതിരുന്നുകൂടാ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ തിരൂര് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ, ആ തിരൂര് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ഇപ്പോഴും കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് കഴിയുന്നില്ല? തിരൂര് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂര് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചില്ലേ? എന്തേ വെക്കാൻ പറ്റാത്തത്? എന്തിന് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ തിരൂര് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ സ്ഥാപിക്കാൻ, മുനിസിപ്പാലിറ്റി അതിർത്തിക്കുള്ളിൽ നഗരസഭയിൽ സ്ഥാപിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാമധേയത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥാനം എന്നറിയപ്പെടുന്ന തിരൂര് തുഞ്ചൻ പറമ്പിൽ പോലും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം മലപ്പുറത്ത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഏത് സൗഹാർദ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്? ഏത് മതസൗഹാർദ്ദത്തെക്കുറിച്ചാണ് ഊറ്റം കൊള്ളുന്നത്? ഇതെല്ലാം കാപട്യമാണ്, കപടമാണ്. ഇതിലൊന്നും വസ്തുതയില്ല, യാഥാർത്ഥ്യമില്ല. നമ്മൾ കണ്ടതാണ് രാജാസ് ഹൈസ്കൂളിൽ OV വിജയൻ്റെ ഒരു പ്രതിമ വെച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ് എന്നുള്ളത്. നിമിഷങ്ങൾക്കോതും അടിച്ച് തകർക്കപ്പെട്ടു അത്. അപ്പോൾ ഇതെല്ലാം ചരിത്ര വസ്തുതയാണ്. അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണ്? എന്നിട്ട് മലപ്പുറം ശാന്തമാണ്, സമാധാനമാണ് എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? നമ്മൾ കണ്ടതാണ് ഒരു വാട്സപ്പ് ഹർത്താലിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങിയതാരാണെന്നുള്ളത്. കാശ്മീരിലെ കത്വായിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന പേരിൽ നടത്തിയ ആ പ്രതിഷേധ ജ്വാല, വാട്സപ്പിലൂടെ നടത്തിയ ഹർത്താൽ ആഹ്വാനം ഏറ്റെടുത്ത് മലപ്പുറത്തെങ്ങും അഴിഞ്ഞാടിയതിൽ മതം കൊണ്ട് മുസ്ലിമായിട്ടുള്ളവർ മാത്രമല്ല, രാഷ്ട്രീയം കൊണ്ട് മുസ്ലിമായിട്ടുള്ളവർ, അല്ല രാഷ്ട്രീയം വ്യത്യസ്ത രാഷ്ട്രീയക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ, കോൺഗ്രസ്സുകാരായിട്ടുള്ള മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അവർ മതം കൊണ്ട് മുസ്ലിമായിരുന്നു എന്നുള്ളത് മാത്രമാണ് അവരെ എല്ലാം ഏകോപിപ്പിച്ച ഘടകം. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങളുടെ ആ ഒരു ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും കലാപത്തിനുമൊക്കെ ഇരയാക്കപ്പെട്ടത് ഈ വാട്സപ്പ് ഹർത്താലിൽ ആരായിരുന്നു മലപ്പുറത്ത്? അതിന് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഹിന്ദുക്കൾക്കുണ്ടായോ? ഒരു സമൂഹമായി ഹിന്ദുക്കൾക്ക് മാറാൻ കഴിഞ്ഞോ? ഇത് നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മലപ്പുറം ജില്ലയിൽ കണ്ടതാണ്. പിന്നീട് നമ്മൾ കണ്ടത് എന്താ? CAA വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ സമയം. ആ CAA വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ മലപ്പുറം ജില്ലയിലെങ്ങും അരങ്ങേറിയ പ്രക്ഷോഭങ്ങൾ, പ്രകടനങ്ങളൊക്കെ ഏത് തരത്തിലുള്ള ഭീതിതമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മലപ്പുറത്തെ ഹിന്ദുക്കൾ ഭയചകിതരാക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു അക്കാലത്തുണ്ടായത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും മലബാർ മാപ്പിളലകളക്കാലത്ത് അരങ്ങേറിയ പ്രകടനങ്ങൾക്ക് സമാനമായി ഊരിപ്പിടിച്ച വാളും അരയിൽ തിരികിയ കത്തിയും തലയിൽ കെട്ടും അങ്ങനെ ഇടത്തോട്ടെടുത്ത മുണ്ടും അരപ്പട്ടയുമായി കത്തിച്ചു പിടിച്ച ആ തീപ്പന്തങ്ങളുമായി എത്ര ഭീകരമായ രീതിയിലുള്ള പ്രകടനങ്ങളാണ് മലപ്പുറത്തിൻ്റെ തിരുവോരങ്ങളിൽ ഉണ്ടായത്. മലബാറിൽ മാപ്പിളകളക്കാലത്ത് അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്താണോ ആ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് CAA വിരുദ്ധ പ്രക്ഷോഭകാലത്ത് മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. 21 ഊരിയ വാളുകൾ തേഞ്ഞില്ല മുന തേഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കാൻ മടിയില്ല എന്ന മുദ്രാവാക്യം മുഴക്കാൻ അവർക്ക് ഒരു മടിയുണ്ടായില്ല. അപ്പോൾ ഇതെല്ലാം ഏകപക്ഷീയമായി മലബാറിലും മലപ്പുറം ഭാഗത്തുമൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന ഒരു അധീശത്വങ്ങളാണ്. ഇത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനെ നോക്കിയാണ് നാം സമാധാനം, ശാന്തി ഒക്കെ കളിയാടുന്ന മലപ്പുറം എന്നൊക്കെ പറയുന്നത്. ഇതിനെ മലപ്പുറത്തെക്കുറിച്ച് ഈ ദൃഷ്ടിയിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഉടനെ തന്നെ ഇസ്ലാമോഫോബിയ ആണ് നിങ്ങൾക്ക്, ഇസ്ലാമിനോടുള്ള വിദ്വേഷമാണ് നിങ്ങൾക്ക് എന്നൊക്കെയുള്ള തോതിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ പറയുന്നവരുടെ വായടയ്ക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമുക്ക് എത്ര കണ്ട് നിലനിൽക്കുന്നു. ഇത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം മുസ്ലിം സമൂഹത്തെ നമ്മൾ പഠിക്കാൻ, മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം പഠിക്കാൻ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുസ്ലിം സമൂഹം കേരളത്തിൽ എങ്ങനെയാണ് ഈ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തെ തകർക്കുന്നത്. മുസ്ലിം സമൂഹം എന്ന് ഞാൻ പറയുമ്പോൾ
ദയവായി മുഴുവൻ മുസ്ലിങ്ങളുമാണ് എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന, ദേശീയമായി ചിന്തിക്കുന്ന, രാജ്യത്തോട് സ്നേഹമുള്ള, രാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സമൂഹം ഒരുപാട് പേരുണ്ട് ആ സമൂഹത്തിനകത്ത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മതമാണ് സർവ്വതും, മതവിശ്വാസമാണ് സർവ്വതും എന്ന് വിശ്വസിക്കുന്ന ദേശവിരുദ്ധരായ മുസ്ലിം സമൂഹത്തിനാണ് ഇന്ന് മലബാറും മലപ്പുറത്തും മേൽക്കൈ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായിട്ടൊക്കെ സഖ്യത്തിലേർപ്പെടാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തയ്യാറാവുന്നതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ മതതീവ്രവാദികൾക്ക് കേരളത്തിൽ സ്വാധീനമുണ്ട്, മലപ്പുറം ജില്ലയിലും മലബാർ ഭാഗത്ത് സ്വാധീനമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി മലപ്പുറം ജില്ലയിൽ പല പഞ്ചായത്തുകളും ഭരിക്കുന്നു. നമ്മൾ എന്തു പറഞ്ഞാലും ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണ, ആ പിന്തുണയ്ക്ക് വേണ്ടി മുസ്ലിം സംഘടനകൾക്കകത്ത് നടക്കുന്ന കടിപിടി എത്ര കണ്ട് വലുതാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അത് ആരാണോ കൂടുതൽ ഹിന്ദു വിദ്വേഷം, ദേശവിരുദ്ധത പറയുന്നത്, അവരുടെ കൂടെ അവർക്കാണ് വോട്ട് കിട്ടുക എന്നുള്ള ന്യായം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് 10% സംവരണം, സാമ്പത്തികമായി മുന്നോക്കം മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം എന്ന കേന്ദ്ര സർക്കാർ നയം നടപ്പാക്കാൻ കേരള സർക്കാർ ശ്രമിക്കുമ്പോൾ ലീഗ് അതിനെതിരായി രംഗത്ത് വരുന്നത്. ലീഗ് എന്തുകൊണ്ട് രംഗത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ പേരിൽ ഇന്ന് OBC പട്ടികയിൽ അവർ ഉൾപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. അവർ OBC അല്ല, അവർ എല്ലാ രംഗത്തും ഇന്ന് മുന്നോക്കമാണ്. കേരളത്തിലെ ആധുനിക പഠനങ്ങൾ മുഴുവൻ അത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ രംഗത്തും മുസ്ലിം സമൂഹം ഇന്ന് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ കേരളത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള മുസ്ലിം സമൂഹത്തിന് OBC പട്ടികയിൽ അവരെ നിലനിർത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം പോലും പ്രസക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ സംവരണം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് കൊടുക്കാനുള്ള തീരുമാനം പിൻവലിക്കണം എന്ന് പിണറായി വിജയനോട്, കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആ തീരുമാനം കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ലീഗ് അത് ആവശ്യപ്പെടാൻ കാരണം? ലീഗ് അത് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മുസ്ലിം സമൂഹത്തെ അപ്പാടെ തങ്ങളുടെ കൂടെ നിർത്താൻ എന്തൊക്കെ പറയണമോ അത് പറയാൻ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും ജമാഅത്തെ ഇസ്ലാമിയേക്കാളും ഒരു പടി കടന്ന് തങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആ വോട്ട് നഷ്ടപ്പെടും, മുസ്ലിം ലീഗിൻ്റെ അടിത്തറ ഇളകും എന്നൊരു ഭയം ലീഗിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലീഗ് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ സുപ്രീം കോടതി വിധി വരുമ്പോൾ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കില്ല. 370 വകുപ്പിൻ്റെ പ്രശ്നം വരുമ്പോൾ കോടതി വിധി 370 വകുപ്പ് റദ്ദാക്കിയതിന് അനുകൂലമായി വരുമ്പോൾ ആ കോടതി വിധിയെ അനുകൂലിക്കില്ല. എല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം പിന്തുണ നേടാൻ വേണ്ടിയിട്ടാണ്. തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ പിന്തുണ, തീവ്രവാദികൾക്കൊപ്പം ആയി മുസ്ലിം മനസ്സ് പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്ന അപകടകരമായൊരു സാഹചര്യം കേരളം അഭിമുഖീകരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ മുഴുവൻ കാണാൻ എന്ന് ഉള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. സമയമേറെ വൈകി എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഒരു 50 മിനിറ്റാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഇപ്പോൾ 1 മണിക്കൂറായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് മാറുകയും അവരേത് നിലയ്ക്കാണ് ഹിന്ദുക്കൾ അവരുടെ ശത്രുക്കളായി മാറിയത് എന്നും ഒക്കെ ഒരു ചരിത്രപരമായ പഠനത്തിന് നാം വിധേയമാക്കുകയും കേരളത്തിൻ്റെ ആ സാമൂഹ്യ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്